നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ബാലിയിലാണുള്ളത്. ബാലിയിൽ നമ്മുടെ 4ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തനാലോട്ട് ടെമ്പിൾ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും. നല്ല 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 ഭംഗിയുള്ള ഒരുപാട് ഫോട്ടോ സ്പേസുകളുള്ള അമ്പലമാണ്. നല്ല രസമാണ്. അകത്തോട്ട് നമ്മൾ പോവുകയാണ്. അപ്പം നമ്മൾ ബാലി വന്നിട്ട് 4ാമത്തെ ദിവസം, ഇനി 2 ദിവസം കൂടെ ഇവിടെയുണ്ട്. അപ്പം നല്ലൊരു പ്ലേസായിരുന്നു കേട്ടോ. ഇവിടുന്ന് കാണാം, ഇവിടുത്തെ ഒരു പൈതൃകമായിട്ടുള്ള ഒരു ആർച്ചും എല്ലാം ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമത് കേട്ടോ. അപ്പം നമ്മൾ അകത്തോട്ടുള്ള കാഴ്ചകൾ നിങ്ങളിവിടെ കൂടെ കൂടിക്കോ. ചാനൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരുന്നു. നല്ല നല്ല രസമുള്ളൊരു എൻട്രൻസാണ്. ഈ അമ്പലത്തിലെ കൂട്ട് വരുന്ന ആൾക്കാർ അവിടെ പൂജ കാണുന്നുണ്ട്. ഇവിടെ നിന്ന് കോഴിക്കുഞ്ഞിനൊക്കെ ഇട്ട് തൂക്കിയിട്ടുണ്ട്. അമ്പലത്തിൽ ഇങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ ടിക്കറ്റ് പാസ് എടുക്കുന്നുണ്ട് കേട്ടോ. 4 പേർക്ക് കയറാൻ വേണ്ടി 3 ലക്ഷം രൂപ അല്ലേ? 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ ജസ്റ്റ് എൻട്രൻസ് ചെയ്തതുകൊണ്ട് ഭയങ്കര മഴയായി. ഒരു രക്ഷയില്ല കേട്ടോ. നാലിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം വെള്ളം ഒഴുകി പോകുന്ന സ്ഥലങ്ങളില്ല. പെട്ടെന്ന് വെള്ളപ്പൊക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മൾ ഇന്തോനേഷ്യയിൽ നിന്ന് പോകുന്ന ദിവസം അത് തന്നെയായിരുന്നു അവിടുത്തെ അവസ്ഥ. ഇന്നിപ്പം ഈ മഴ മാറുമെന്നുള്ള പ്രശ്നമാണ്. മഴ ചതിച്ചു ഗെയ്സ്, മഴ ചതിച്ചു. അവസാനം 15,000 രൂപ മുടക്കി കുട വാടകയ്ക്ക് എടുക്കേണ്ടി വന്നു കേട്ടോ. ഇവിടുത്തെ 15,000 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 50 രൂപ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കുടയൊക്കെ ചൂടി പതുക്കുക. എല്ലാവരും ഒരേ കളറുള്ള കുടയാണേ. എന്താ കാട്ടുകോഴിയാണ് കേട്ടോ. ഫാൻസി കോഴികൾ വളർത്തുന്നതിന് മഴ ആയതുകൊണ്ടായിരിക്കും ടൂറിസ്റ്റുകൾ വളരെ കുറവാട്ടോ. അപ്പം തനാലോട്ടിലോട്ട് പ്രവേശിക്കുകയാണ്. പഴയ ഡേഞ്ചറാണ്, കുഞ്ഞിക്കിടക്കുവല്ല. ഷോപ്പുകളുണ്ട് കേട്ടോ. എല്ലാം തുറന്നൊക്കെ വരുന്നേ ഉള്ളൂ. നല്ല ഡിസൈനായിട്ടുള്ള ഷർട്ട് കാര്യങ്ങളൊക്കെ വയ്ക്കുന്നു. ഇവിടെ ഒരു ഷർട്ടിൻ്റെ കട ഉണ്ട് കേട്ടോ. 399. തനാലോട്ടിൻ്റെ എൻട്രൻസ് ആയിട്ടോ. സൂപ്പറാട്ടോ. അടിപൊളി വ്യൂ ആണ്. നല്ല രസമുള്ള വ്യാളിയാണ്. ആർട്ട് വർക്കുകളാണ് ഇവർ. റീൽസുകളിലും അതിലും റീൽസുകളിലൊക്കെ ഒരുപാടായിട്ട് കാണുന്ന ഒരു ആർച്ചുകളാണ്. നേരെ അമ്പലത്തിലോട്ട് കയറാം കേട്ടോ. പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ട്. ഇതിൻ്റെ കടലാണ് കേട്ടോ. കടലിന് രൗദ്രഭാവമാണല്ലോ. കരിക്ക് വെച്ചിരിക്കുന്നുണ്ട്. ഒരു കരിക്കിനകത്ത് ഒരു 2
നല്ല മധുരമാണ്. ഇന്നലെ ഞങ്ങൾ കുടിച്ചായിരുന്നു. എല്ലാവില്ല പ്രാർത്ഥിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ സുവനീർസും ഒക്കെ. ഹായ് ഹായ്. സോറി ഓൾറെഡി ഇന്നലെ തന്നെ സുവനീർസൊക്കെ വാങ്ങിച്ചു വെച്ചു. ആ എല്ലാവരും റെയിൻ കോട്ടും ഒക്കെ ഇട്ട് അപ്പം വേലിയേറ്റ സമയമാണ്. വേലിയേറ്റ സമയത്ത് നമ്മളങ്ങോട്ട് വെള്ളം നിറഞ്ഞു കിടക്കുന്നത് അപകടമാണ്. വേലിയിറക്ക സമയമാണെന്നുണ്ടെങ്കിൽ നമ്മളെ അവർ അമ്പലത്തിൽ പോകാൻ പറ്റും. അവിടെ വെള്ളം കയറി കിടക്കുകയാണ്. ഇതാണ് തനാലോട്ട്. മാറി നിന്ന് കാണാൻ പറ്റുമല്ലോ. വെള്ളം ചുറ്റും വെള്ളമാണ്. വേലിയിറക്ക സമയമാണെന്നുണ്ടെങ്കിൽ നടന്ന് ഇതുവഴി ഇറങ്ങി സ്റ്റെപ്പ് വഴി ഇറങ്ങി പതുക്കെ നടന്ന് നേരെ അമ്പലത്തിൽ ചെല്ലായിരുന്നു. കടൽപ്പാമ്പുകളാൽ സംരക്ഷിക്കപ്പെടുന്ന തനാലോട്ട് ടെമ്പിളാണ്. മുകളിൽ നോക്കി, മുകളിൽ കാണാം അമ്പലത്തിൻ്റെ ഉയരം കാണാം. നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയില്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. അപ്പം അതൊക്കെ നമ്മൾ ഇവിടുന്ന് കാഴ്ചകൾ കണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാം.